എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ പ്രോൺസ് ബിരിയാണി, ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോൺസ് നല്ല ക്ലീൻ ചെയ്ത് അതിൻ്റെ തലയൊന്നും എടുക്കണ്ട കേട്ടോ. അതൊക്കെ മാറ്റി കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീര് കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് സോഫ്റ്റ് ആകുന്നവരെ മാത്രമേ ഫ്രൈ ചെയ്യണ്ടു കേട്ടോ. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇത് അങ്ങനെ നല്ലോണം ഡ്രൈ ആയിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്കത് 10 മിനിറ്റ് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഫ്രൈ, കുറച്ച് നേരം ഒന്ന് വഴറ്റി എടുക്കുക വേണ്ട കേട്ടോ. അധികം ഫ്രൈ ചെയ്യാൻ പാടില്ല, അന്നേരം ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം പ്രോൺസ് നല്ല കട്ടിയായി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇത് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെമ്മീന് അരി കൂടുതലാണെങ്കിൽ ചെമ്മീനും അതേപോലെ എടുക്കണം കേട്ടോ. നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ 2-3 ഉള്ളി എടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതേ ചട്ടി തന്നെയാണ് ഞാൻ എടുത്തത്, കാരണം അതിൻ്റെ ഒരു ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ പോകണ്ടെന്ന് വെച്ചിട്ട് അതേ ചട്ടി തന്നെ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉള്ളി ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 കുറച്ച് വെളുത്തുള്ളിയും കൂടി കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്, അതും കൂടി പേസ്റ്റാക്കി വെച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക കേട്ടോ. ഈ വഴറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. പിന്നെ ഒരു 2 തക്കാളി ഇട്ട് വഴറ്റുക. അതിന് ശേഷം കുറച്ച് നമ്മുടെ മസാലകളൊക്കെ ഇടുക. മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് നല്ലോണം മാറുന്ന വരെ വഴറ്റിയെടുത്തിട്ട് നല്ലോണം വഴറ്റണം കേട്ടോ. വഴറ്റുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പാടില്ല, കാരണം ഈ മുളകിൻ്റെയൊക്കെ ഈ പൊടികളൊക്കെ ഒരു മല്ലിക്കൊക്കെ ഒരു കുത്തുണ്ടാവില്ലേ, അതൊക്കെ മാറി. അപ്പോൾ 2 സ്പൂണ് തൈര് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ, അത് ചൂടുവെള്ളം എടുത്തോട്ടോ, അതാകുമ്പോൾ നല്ലതാണ്. ചൂടുവെള്ളം എടുത്തിട്ട് ഒന്ന് സിമ്മിലൊന്ന് വേവിക്കുക, കാരണം ഇതൊക്കെ നമ്മളെ കൊഞ്ചും അതിൽ ഇടണം കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കാരണം നമ്മുടെ കൊഞ്ചൊക്കെ ഷാലോ ഫ്രൈ അല്ല, അപ്പം ശരിക്കും നമുക്ക് വെന്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കാവേ, അധികം വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ സിമ്മിൽ വേവിച്ച് അത് ഇപ്പം കണ്ടോ, അത് സൂപ്പറായിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മസാല നമുക്ക് വെള്ളമൊന്നുമില്ല, നല്ല വറ്റിയിട്ടുണ്ട്. നമുക്ക് മസാല റെഡിയായി കേട്ടോ. മസാല അടിപൊളി മസാലയാണ്. ഇത് ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കുറച്ച് നമുക്ക് അടിയട്ടിയുള്ളൊരു വേറൊരു പാത്രം എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കശുവണ്ടിയും പിന്നെ കിസ്മിസൊക്കെ അതൊന്ന് എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിടുന്ന മസാലകളില്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ അരി ഞാനൊരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിപ്പയിൽ ഇട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് അരിയും കൂടി ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്യാം. ഈ ഫ്രൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ അരിക്ക് ഒരു നല്ലൊരു മണം വരും, അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അരി കുതിർത്ത് വെക്കുമ്പം പെട്ടെന്ന് വേവെന്ന് മാത്രമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അരി, അതുകൊണ്ടാണ് കുതിർത്ത് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, ഇതിലൊന്നും ഇടുന്നില്ല, വേറെ മസാലകൾ മാത്രമേ അതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടാളാം കേട്ടോ. ഉപ്പിട്ടിട്ട് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്തോളും കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് സിമ്മിൽ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് നമുക്കിത് ദമ്മിൽ ഇടണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, അതിന് അടിയിലൊന്നും പിടിക്കത്തില്ലല്ലോ, ഇട്ടിട്ട് നമുക്ക് ചോറയിലേക്ക് കൊട്ടിയിട്ട് നമ്മുടെ മസാലയും കൂടി അതിൻ്റെ മേലെ ഇട്ട് അങ്ങനെ നമുക്ക് ദമ്മിൽ ഒരു 2-3 മിനിറ്റ്, 5 മിനിറ്റൊക്കെ. നമ്മൾ നാട്ടിലാണെങ്കിൽ ദമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് കനലൊക്കെ ഇട്ടിട്ട് ചെയ്യാം, പക്ഷേ ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ബാംഗ്ലൂർ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇതൊന്നും നടക്കില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഷെയർ ആൻഡ് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ. കണ്ടോ, ഇനി ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയും പുതിനയൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇല്ലേ, അതൊക്കെ ഗാർണിഷ് ചെയ്ത്, പിന്നെ കുറച്ച് ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല, കാരണം മടി കൊണ്ട് ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞാൽ അത് കുറച്ച് നേരം പിടിക്കൂലേ, അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്. അപ്പോൾ പോവാം, മതിയായില്ലേ? നമുക്ക് കണ്ടോ,
അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിമ്മിൽ വേവിച്ചെടുക്കാം.